അധിനിവേശ ശക്തികളെ തുരത്തി സ്വാതന്ത്ര്യം നേടിയപ്പോൾ തൊട്ട് തെരഞ്ഞെടുപ്പുകളാണ് രാജ്യത്തെ ഇപ്പോഴും ഇതുപോലെ നിലനിർത്തുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അനുഭവവും ഓർമ്മകളും നെഞ്ചേറ്റുന്ന പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾക്കുമുണ്ട് പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ VP അപ്പുക്കുട്ട പൊതുവാൾക്ക് തിരഞ്ഞെടുപ്പ് കാല ഓർമ്മകൾ ഏറെയുണ്ട് പങ്കുവയ്ക്കാൻ. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തുമ്പോൾ പഴയകാല തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ മലബാർ പ്രദേശം. ആദ്യം നടന്ന ആ തിരഞ്ഞെടുപ്പ് കാലം അപ്പുക്കുട്ട പൊതുവാൾ ഇന്നും ഓർക്കുന്നുണ്ട്. കംപ്ലീറ്റ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. മദ്രാസ് പ്രൊവിൻസ്, ആന്ധ്ര, തമിഴ്നാട്, മലബാർ, പിന്നെ സൗത്ത് കാനറ, മംഗലാപുരം, പിന്നെ കുന്താപുരം വരെ എല്ലാം മദ്രാസ് പ്രൊവിൻസായിരുന്നു. അപ്പം അതിൽ ഇതൊരു തിരഞ്ഞെടുപ്പാണ് ആദ്യമായിട്ട് നടന്നത്. ഞാൻ എൻ്റെ അറിവിൽ ഈ പറയുന്ന 45-46 അതിലിങ്ങനെ വെട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചിഹ്നങ്ങൾ വന്നു. പിന്നെ മുഖം വെച്ച കാള കോൺഗ്രസ്സിന്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക ചിഹ്നം, ലീഗിന് ഏണി, മുസ്ലിം ലീഗിന്, ഇത് എൻ്റെ ഓർമ്മയിൽ. പിന്നെ പല പാർട്ടിക്കും പല ചിഹ്നങ്ങളാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നം മുഖം വെച്ച കാളയായിരുന്നു അന്ന്. അരിവാൾ ചുറ്റികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. മുസ്ലിം ലീഗിന് അന്നും ഏണി തന്നെയായിരുന്നു ചിഹ്നം. നീളമുള്ള കോളാമ്പി മൈക്കെടുത്ത് വിളിച്ചു പറഞ്ഞാണ് അന്നത്തെ പ്രധാന പ്രചാരണം എന്നും അപ്പുക്കുട്ട പൊതുവാൾ ഓർക്കുന്നു. പ്രചരണം ഇങ്ങനെ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്ത്, മൈക്കിന് പകരം ഒരു കോളാമ്പി പോലെ ഒരു സാധനമുണ്ട്, അത് വെച്ച് ഒച്ചത്തിൽ രാത്രി സമയങ്ങളിലൊക്കെ വിളിച്ചു പറയും. പിന്നെ അന്ന് മറ്റ് ഇതൊന്നും വന്നിട്ടില്ല. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ന ആൾക്ക് പിന്നെ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക ഉറക്കെ വിളിച്ചു പറയും. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹം മറന്നില്ല. നമ്മുടെ പിന്നെ ഒരു വിലപ്പെട്ട അവകാശമാണ് ആ വോട്ടർ എന്ന സ്ഥാനം. അത് നമ്മൾ സ്വയം തീരുമാനിച്ച്, അപ്പോൾ ആ വോട്ടിംഗ് ബൂത്തിൽ പോയി നമ്മൾ വോട്ട് ചെയ്യുമ്പോഴും ഇത് ആരും കാണാൻ ഒരു മറയുണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ പോയാണ് അടയാളപ്പെടുത്തി, അല്ലെങ്കിൽ മെഷീനിൽ വിരൽ അമർത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിലപ്പെട്ട അവകാശമാണ് ഒരു പൗരൻ്റെ. ആ ഒരു ഇത് പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇന്ത്യയുടെ ഭാവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭരണഘടന നന്നായി മനസ്സിലാക്കി സ്വാതന്ത്ര്യ സമര സേനാനിയും പത്മശ്രീ ജേതാവും ഗാന്ധിയനുമൊക്കെ ആയിട്ടുള്ള VP അപ്പുക്കുട്ട പൊതുവാൾക്ക് വർഷങ്ങളുടെ അനുഭവ കരുത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒട്ടേറെ ഓർമ്മകളാണ് അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ നേതാക്കളുമായി അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞതും അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒക്കെ ഒരു വലിയ ഓർമ്മയും കരുത്തുമൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും നയിക്കുന്നത്. തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ സമ്മതിദാന അവകാശം തീർച്ചയായും വിനിയോഗിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കൂടി അദ്ദേഹം ഒരുങ്ങുകയാണ്. തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എത്രത്തോളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.